കഴിഞ്ഞ ദിവസം ലോകത്തിൽ പല രാജ്യങ്ങളിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് മടക്കി അയക്കുന്നതിനുള്ള ബന്ധത്തിൽ അമേരിക്ക ഇന്ത്യയിലേക്കും കുറച്ച് പേരെ മടക്കി അയച്ചിരുന്നു. അതിൽ ഏകദേശം 205 ഇന്ത്യക്കാരെയാണ് ടെക്സാസിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചത്. ഏകദേശം 18,000 ആളുകൾ അനധികൃത കുടിയേറ്റക്കാരായിട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അമേരിക്കൻ ഗവൺമെൻറ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം ഒന്നുകിൽ വിദ്യാഭ്യാസത്തിനുള്ള ബന്ധത്തിൽ പോയിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ജോലിയുള്ള ബന്ധത്തിൽ അവരുടെ ആശ്രിതരെ ആശ്രയിച്ചിട്ട് പോയിട്ടുള്ളവരായിരിക്കും. അവിടെ ഒരുപാട് ആളുകൾ അങ്ങനെ കഴിയുന്നുണ്ട് PR ഇല്ലാതെ. അങ്ങനെ കഴിയാൻ ഒരിക്കലും കഴിയില്ല. കാരണം ലോകത്തിൽ മറ്റെല്ലാ രാജ്യങ്ങളെ പോലെയല്ല, അമേരിക്ക അവസരങ്ങളുടെ നാടാണ് എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ്. പക്ഷേ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ നിയമാനുസൃതം ആയിരിക്കണം. എങ്ങനെയെങ്കിലും പോയിട്ട് കാര്യമില്ല. അവിടെ പോയിട്ട് ചുളുവിൽ അവിടെ പാർക്കാനൊന്നും കഴിയില്ല. ഗൾഫിൽ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ചുളുവിൽ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലും അങ്ങനെ ഒരുപാട് ആളുകൾ ബംഗ്ലാദേശിൽ നിന്ന് ചുളുവിൽ കഴിയുന്നുണ്ടായിരുന്നു, കോടിക്കണക്കിന് ആളുകൾ. അവരെയൊക്കെ പറഞ്ഞയച്ചു. കാരണം ഈ പൗരത്വ ഭേദഗതി നിയമവും അതുപോലെ തന്നെ ആധാറൊക്കെ കൊണ്ടുവന്നതിൻ്റെ അനവധി കാരണങ്ങളിലൊരു കാരണം അതാണ്. കാരണം ഒരു രാജ്യവും മറ്റു രാജ്യക്കാരെ അവിടെ അനധികൃതമായിട്ട് പൗരത്വമില്ലാതെ താമസിക്കാൻ അനുവദിക്കില്ല, അമേരിക്കയിൽ പ്രത്യേകിച്ച്. കാരണം അമേരിക്കയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷേ ആ അവസരങ്ങൾ അർഹതപ്പെട്ടവർക്ക് മാത്രമേ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അർഹതയില്ലാത്തവർക്ക് അവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം നിയമത്തിൻ്റെ ആ വഴിയിലൂടെ വരുന്നവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. കൈക്കൂലി കൊടുത്തിട്ടോ ആളുകളെ സ്വാധീനിച്ചിട്ടോ രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ചിട്ടോ അങ്ങനെ ഒരു സ്വാധീനമൊന്നും അമേരിക്കയിലില്ല. പോലീസുകാരെ സ്വാധീനിച്ചിട്ട് ഒന്നും ഒരിക്കലും നമുക്ക് അമേരിക്കയിൽ ചുളുവിൽ കഴിയാനായിട്ട് ഒരിക്കലും കഴിയില്ല. ഇപ്പോൾ ഇന്ത്യക്കാർക്ക് അത് വലിയൊരു അടിയാണ്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അത് അനുകൂലിക്കുന്നുണ്ട്, അമേരിക്കൻ ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്നുണ്ട്. കാരണം അനധികൃത കുടിയേറ്റക്കാരെന്തായാലും തിരിച്ചു വരിക തന്നെ വേണം. കാരണം ഇന്ത്യ അങ്ങനെ മറ്റുള്ള രാജ്യക്കാരെ അങ്ങനെ പറഞ്ഞയക്കുന്നതിനുള്ള ബന്ധത്തിൽ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു കാര്യവും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ മെക്സിക്കോയിൽ ഒരുപാട് പേരെ പറഞ്ഞയച്ചു. അതുകൊണ്ട് അനധികൃത കുടിയേറ്റക്കാർ എപ്പോഴും എല്ലാ രാജ്യങ്ങളിലും ഒരു ശാപമാണ്. കാരണം നിയമാനുസൃതമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കയ്യിലില്ലാതെ ഏത് രാജ്യത്ത് പോയി താമസിക്കുന്നതും തെറ്റ് തന്നെയാണ്.